ഹരി ഓം. 57-ാമത്തെ സ്തുതി വിപ്രപത്നി അനുഗ്രഹം. ഇത് ഭാഗവതത്തിൽ 10-ാമത്തെ സ്കന്ധം 23-ാമത്തെ അധ്യായം 22, 23, 29, 30, 50 ശ്ലോകങ്ങൾ. മഞ്ഞുകാലത്ത് ഗോപികമാർ സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് കാളിന്തിയിൽ കുളിച്ച് പൂഴികൊണ്ട് ഗൗരി വിഗ്രഹമുണ്ടാക്കി കാട്ടിൽ നിന്ന് പൂക്കൾ കൊണ്ടുവന്ന് ഭക്തിപൂർവം ഗൗരിയെ പൂജിച്ചു. കൃഷ്ണനെ ധ്യാനിച്ചുകൊണ്ട് ഗൗരിയെ പൂജിക്കുകയാണ് അവർ ചെയ്തത്. കൃഷ്ണൻ സ്വന്തം പതിയാവണമെന്ന് എല്ലാവരും പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു മാസം അവരുടെ ഗൗരി പൂജ നടന്നു. ഒരു ദിവസം അവർ വസ്ത്രം കരയിൽ അഴിച്ചു വെച്ച് കാളിന്തിയിൽ ഇറങ്ങി നീന്തിക്കളിച്ചു. കൃഷ്ണൻ പെട്ടെന്ന് അവിടെ വന്ന് വസ്ത്രങ്ങൾ എടുത്തുകൊണ്ടുപോയി ഒരു കടമ്പ വൃക്ഷത്തിൽ തൂക്കി. അതുകണ്ട വസ്ത്രം തരാൻ ആവശ്യപ്പെട്ടപ്പോൾ അവരോട് ഭഗവാൻ പറഞ്ഞു, വസ്ത്രം കൂടാതെ വെള്ളത്തിൽ ഇറങ്ങരുത്. അത് വരുണനെ, ജലദേവതയെ അപമാനിക്കലാണ്. ഒരു ദേവനെ അപമാനിച്ച് ഒരു ദേവിയെ പൂജിക്കുന്നത് കൊണ്ട് ഫലമില്ല. എല്ലാവരും കരയിൽ കയറി വന്ന് ജലദേവനെ പ്രണമിച്ച് ക്ഷമ ചോദിക്കണം. പെട്ടെന്ന് എല്ലാവരും കരയിൽ കയറി വന്ന് ജലദേവനെ പ്രണമിച്ചു. അവർക്ക് ഭഗവാൻ വസ്ത്രങ്ങൾ നൽകി. അവർ ദേവീ പൂജയാൽ ദേഹാഭിമാനരഹിതകളായിരിക്കുന്നു എന്നറിഞ്ഞ് ഭഗവാൻ പറഞ്ഞു, ശരത്കാല രാത്രികളിൽ നിങ്ങളുടെ അഭിലാഷം സാധിക്കും. കാത്യായനി വ്രതം ആചരിച്ചത് വെറുതെയാവില്ല. അവരെല്ലാം ഗോകുലത്തിലേക്ക് മടങ്ങി. ഗോപാലന്മാരാവൃതനായി കൃഷ്ണൻ പശുക്കൂട്ടത്തെ തീറ്റാൻ വനത്തിൽ വളരെ ദൂരം പോയി. ചുട്ടുപൊള്ളുന്ന വെയിലിൽ തണൽ നൽകിക്കൊണ്ട് നിൽക്കുന്ന വൃക്ഷങ്ങളെ നോക്കി കൃഷ്ണൻ പറഞ്ഞു, കൂട്ടുകാരെ, അന്യർക്കു വേണ്ടി ജീവിക്കുന്ന ഈ വൃക്ഷത്തെ നോക്കുക. എന്നും വെയിലും മഴയും ഏറ്റിവിടെ നിന്നുകൊണ്ട് നമ്മെ ചൂടിൽ നിന്നും സംരക്ഷിക്കുന്നു. ജീവികൾക്കെല്ലാം ഉപജീവനം നൽകുന്ന ഈ വൃക്ഷജന്മം ശ്രേഷ്ഠം തന്നെ. അതിനടുത്ത് ചെല്ലുന്ന അതിഥികളെ അത് നിരാശരാക്കുന്നില്ല. ഇലയും പൂവും കായും നിഴലും തൊലിയും കൊമ്പും എല്ലാം ഈ മരങ്ങൾ നൽകുന്നു. നാമും പ്രാണൻ, ദേഹം, ബുദ്ധി, ധനം ഇവ മറ്റുള്ളവരുടെ ശ്രേയസ്സിനായി ചെലവാക്കണം. ഇങ്ങനെ പലതും പറഞ്ഞവർ നദീതീരത്തെത്തി. നിർമ്മല ജലം പശുക്കളെ കുടിപ്പിച്ച് അവരും കുടിച്ചു. വിശന്നു തളർന്ന ഗോപബാലന്മാർ രാമകൃഷ്ണന്മാരോട് പറഞ്ഞു, ഹേ രാമ, ഹേ കൃഷ്ണ, ഞങ്ങൾ വിശന്നു തളരുന്നു. ഇതിനൊരു ഉപശാന്തി ഉണ്ടാക്കണം. നിങ്ങൾക്കത് സാധിക്കുമല്ലോ. ഈ വാക്കുകൾ കേട്ടിട്ട് കൃഷ്ണൻ ഭക്തകളായ ബ്രാഹ്മണ പത്നികളെ അനുഗ്രഹിക്കണമെന്ന ഉദ്ദേശത്തോടെ പറഞ്ഞു, ഇവിടെ അടുത്ത് ബ്രാഹ്മണർ യജ്ഞം ചെയ്യുന്നുണ്ട്. അവരോട് ചെന്ന് ആഹാരം തരിക എന്ന് യാചിക്കുക. ഒട്ടും നാണിക്കേണ്ട. രാമകൃഷ്ണന്മാർ പറഞ്ഞു വിട്ടതാണെന്ന് പറഞ്ഞുകൊള്ളുക. ഇത് കേട്ട് ബാലന്മാർ യാഗശാലയിൽ ചെന്ന് പറഞ്ഞു, ഭൂമിദേവന്മാരെ, നിങ്ങൾ കേൾക്കുക. രാമകൃഷ്ണന്മാർ പശുവിനെ മേയ്ക്കുന്നു. അവർ പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ്. ധർമ്മജ്ഞരെ, ഞങ്ങൾക്ക് ആഹാരം തരിക. അവർ പറഞ്ഞത് കേട്ടെങ്കിലും ബ്രാഹ്മണർ അന്നം കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഒരക്ഷരം മിണ്ടിയതുപോലുമില്ല. മന്ത്രതന്ത്രങ്ങൾ, നാനാ വസ്തുജാലം, അഗ്നികൾ, ഇഷ്ടദേവത, ഋത്തിക്കുകൾ, ധർമ്മം, യജമാനൻ, അധുര്യു എന്നിതെല്ലാം പരമാർത്ഥത്തിൽ ആരുടെ സ്വരൂപമാണോ? ഇന്ദ്രിയാതീതനായി സാക്ഷാൽ പരബ്രഹ്മ ശാന്തമൂർത്തിയായി വിളങ്ങുന്ന ആ ഭഗവാനെ കേവലം മർത്യനെന്ന് കണ്ടു ആ ബ്രാഹ്മണർ. നിരാശരായി മടങ്ങി വന്ന് ബാലകർ കൃഷ്ണനോട് വിവരം പറഞ്ഞു, ഞാനും ജ്യേഷ്ഠനും വന്നിരിക്കുന്നു, ഞങ്ങൾക്ക് ആഹാരം തരിക എന്ന് വിപ്രപത്നിമാരോട് പറയാൻ വീണ്ടും അവരെ അയച്ചു. വിപ്രപത്നിമാരോട് ഗോവന്മാർ ഇത് പറഞ്ഞപ്പോഴേ അവർ പരിഭ്രമിച്ചു. പണ്ടേ തന്നെ ചിത്തം ഭഗവാനിൽ ഉറച്ച ആ ദ്വിജസ്ത്രീകൾ ചതുർവിധ ഭോജ്യങ്ങൾ പാത്രങ്ങളിലാക്കി ഭർത്താക്കന്മാരും ബന്ധുക്കളും തടഞ്ഞിട്ടും നിൽക്കാതെ കൃഷ്ണസമീപത്തേക്ക് ഓടി വന്നു. മയിൽപ്പീലിയും താമരമാലയും ചാർത്തി നിൽക്കുന്ന കൃഷ്ണനെ കണ്ട് കണ്ണെടുക്കാതെ അവർ നോക്കി നിന്നു. കേട്ടിട്ട് മാത്രമുള്ള ആ രൂപം കണ്ടപ്പോൾ പാദത്തിൽ വീണു വണങ്ങി. ഭഗവാൻ പറഞ്ഞു, എന്നെ കാണുവാൻ നിങ്ങൾ വന്നത് ശരി തന്നെ. നിങ്ങൾ യജ്ഞശാലയിലേക്ക് തിരിച്ചു പോകൂ. നിങ്ങളോട് ചേർന്ന് ഗൃഹസ്ഥ ബ്രാഹ്മണർ യജ്ഞം പൂർത്തിയാകട്ടെ. ബ്രാഹ്മണ പത്നികൾ പറഞ്ഞു,
ശ്യാമം ഹിരണ്യപരിധിം വനമാല്യബർഹ ധാതുപ്രവാളനടവേഷമനുവൃതാംസേ വിന്യസ്തഹസ്തമിതരേണ ധുനാനമബ്ജം കർണോത്പലാളകകപോലമുഖാബ്ജഹാസം പ്രായശ്രുതപ്രിയതമോദയകർണപൂരൈർ യസ്മിന്നിമഗ്നമനസസ്തമദാക്ഷിരന്ധ്രൈ അന്തഃപ്രവേശ്യ സുചിരം പരിരഭ്യതാപം പ്രാജ്ഞം യഥാഭിമതയോ വിജഹുർനരേന്ദ്ര പത്ന്യൂചുഃ മൈവം വിഭോർഹതി ഭവാൻ ഗതിതും നൃശംസം സത്യം കുരുഷ്വ നിഗമം തവ പാദമൂലം പ്രാപ്താ വയം തുളസിദാമപദാവസൃഷ്ടം കേശൈർനിവോഢുമതിലംഘ്യ സമസ്തബന്ധൂൻ ഗൃഹ്ണന്തി നോ ന പതയഃ പിതരോ സുതാവ ന ഭ്രാതൃബന്ധുസുഹൃദഃ കുത ഏവ ചാന്യഃ തസ്മാത് ഭവത്പ്രപദയോ പതിതാത്മനാംനോ നാന്യാ ഭവേത് ഗതിരരിന്ദമ തദ്വിദേഹി. നമസ്തുഭ്യം ഭഗവതേ കൃഷ്ണായ കുണ്ഠമേധസേ യന്മായാമോഹിതധിയോ ഭ്രമാമകദ്മവത്മസോ. ഇങ്ങനെ പറയരുത്. ബന്ധുക്കളെ നിരാകരിച്ച് ഞങ്ങൾ വന്നതാണ്. അങ്ങയുടെ പാദസ്പർശമേറ്റ് തുളസിമാല മുടിയിൽ ചൂടുവാൻ ആഗ്രഹിച്ചാണ് വന്നത്. പുത്രന്മാരും ബന്ധുക്കളും ഇനി ഞങ്ങളെ സ്വീകരിക്കില്ല. അങ്ങയുടെ ദാസ്യമല്ലാതെ ഞങ്ങൾക്ക് വേറെ ഗതിയില്ല. ഭഗവാൻ പറഞ്ഞു, എൻ്റെ അരികത്തു വന്ന നിങ്ങളെ ഭർത്താക്കന്മാരും ബന്ധുക്കളും ആരും തന്നെ നിരോധിക്കുകയില്ല. എന്നിൽ മനസ്സ് വെച്ച നിങ്ങൾ അധികം താമസിയാതെ എൻ്റെ പദം പ്രാപിക്കും. വിപ്രപത്നിമാർ യാഗശാലയിലേക്ക് മടങ്ങി. അവരോടാരും അപ്രിയം കാണിച്ചില്ല. കൃഷ്ണ സമീപത്തേക്ക് പോകുമ്പോൾ ഒരു സ്ത്രീയെ ഭർത്താവ് ബലമായി തടഞ്ഞു. ആ ഉത്തമ ഭക്ത അവിടെ നിന്ന് ഭഗവാനെ ഉള്ളുകൊണ്ട് ആലിംഗനം ചെയ്ത് ശരീരം വിട്ട് സായുജ്യമുക്തി അടഞ്ഞു. കൃഷ്ണനും കൂട്ടുകാരും ചതുർവിധ വിഭവങ്ങളോടുകൂടിയ ഭക്ഷണം കഴിച്ചു. പത്നിമാരുടെ ഭക്തി കണ്ട് ദ്വിജന്മാർ ഭഗവാനെ നിരാകരിച്ചത് തെറ്റാണെന്നറിഞ്ഞ് പശ്ചാത്തപിച്ചു. കൃഷ്ണനെ കാണാൻ പോകണമെന്ന് അവർക്ക് മോഹമുണ്ടായെങ്കിലും കംസഭീതി മൂലം സാധിച്ചില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ.